വിശന്നു കിടക്കുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹം അരുവിയിലൂടെ പോകുന്ന ഒരു റുമ്മാൻ എടുത്തു കഴിക്കുകയാണ്. അദ്ദേഹം സൂക്ഷ്മശാലിയായതുകൊണ്ട് ഇതിൻ്റെ ഉറവിടം തേടി പോവുകയാണ്. അവസാനം ഒരു റുമ്മാൻ തോട്ടത്തിൻ്റെ അടുത്തെത്തുകയാണ്. അങ്ങനെ ആ റുമ്മാൻ നടത്തിപ്പുകാരനോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ തോട്ടത്തിൽ നിന്ന് അരുവിയിലേക്ക് വന്ന ഒരു റുമ്മാൻ പഴം ഞാൻ എടുത്ത് കഴിച്ചു പോയിട്ടുണ്ട്, അതെനിക്ക് പൊരുത്തപ്പെട്ട് തരണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തോട് മറുപടി കൊടുക്കുകയാണ്, ഞാൻ പൊരുത്തപ്പെട്ട് തരണമെങ്കിൽ എൻ്റെ തോട്ടത്തിൽ നിങ്ങൾ ജോലിയെടുക്കുകയും എൻ്റെ മകളെ വിവാഹം ചെയ്യണമെന്നും അദ്ദേഹം പറയുകയാണ്. പക്ഷേ എൻ്റെ മകൾക്കൊരു പ്രത്യേകതയുണ്ട്. അവൾക്ക് കാണാനുള്ള കാഴ്ചയില്ല, കേൾക്കാനുള്ള കേൾവിയില്ല, സംസാരശേഷിയില്ല. അങ്ങനെയുള്ളൊരു മനുഷ്യനാണ്. ആ വ്യക്തിയെ നിങ്ങൾ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം സൂക്ഷ്മത കാരണം സമ്മതിക്കുകയാണ്. ജോലിയെല്ലാം കഴിഞ്ഞ് അവസാനം അദ്ദേഹം കല്യാണ ദിവസം തൻ്റെ പ്രീതമയുടെ റൂമിലേക്ക് പോവുകയാണ്. പോയപ്പോൾ അവൾ സംസാരിക്കുകയാണ്. ആ സമയത്ത് ഇദ്ദേഹം ഞെട്ടിക്കൊണ്ട് റൂമിൻ്റെ പുറത്തേക്ക് വരികയാണ്. നിങ്ങൾ എന്താണ് പെട്ടെന്ന് പുറത്തേക്ക് വന്നത്? അദ്ദേഹം പറയുകയാണ്, എൻ്റെ ഭാര്യ സംസാരിക്കുന്നവളാണ്, അവൾക്ക് ഞാൻ പറയുന്നത് കേൾക്കുന്നവളാണ്, അവൾ എല്ലാം കാണുന്നതാണ്. ആ സമയത്ത് അദ്ദേഹം പറയുകയാണ്, ഞാൻ ഉദ്ദേശിച്ച സംസാരശേഷിയില്ലായ്മ എന്നുള്ളത് അവൾ ഹറാമൊന്നും സംസാരിച്ചിട്ടില്ല എന്നതാണ്. ഞാൻ ഉദ്ദേശിച്ച കാഴ്ചയില്ല എന്ന് പറഞ്ഞത് അവൾ ഹറാമൊന്നും കണ്ടിട്ടില്ല എന്നതാണ്. ഞാൻ ഉദ്ദേശിച്ച കേൾവിയില്ല എന്നുള്ളത് അവൾ ഹറാമൊന്നും കേട്ടിട്ടില്ല എന്നതാണ്. അങ്ങനെയുള്ള ഒരു മകളെയാണ് ഞാൻ നിങ്ങൾക്ക് കല്യാണം കഴിച്ചത്. ഇത്രയും സൂക്ഷ്മതയുള്ള നിങ്ങളാണ് ഇവളുടെ ഭർത്താവാകാൻ യോഗ്യത എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുകയാണ്. ഞാൻ പറഞ്ഞ ഈ ചരിത്രം മറ്റാരുടേതുമല്ല. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ മഹാനായ മുഹീദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹുവിന്റെ പിതാവായ അബൂ സ്വാലിഹ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രമാണ്.